ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 6th സ്റ്റാൻഡേർഡിൻ്റെ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഇയർ തന്നെ ചില സ്കൂളുകളിൽ 6th സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ സ്കൂളുകളിലും ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടും പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലും ലാസ്റ്റ് ഇയർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ പഴയ വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വർഷം എല്ലാ സ്കൂളുകളിലും പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള വീഡിയോസാണ് ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഇപ്പം ലാസ്റ്റ് ഇയർ ആണെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ബുക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലേ, പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറി എന്ന് പറഞ്ഞല്ലേ. കാരണം ട്യൂഷൻ ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കിന് സ്റ്റാഫ്സ് ആയിരുന്നു പുതിയ ആ ഒരു വേർഷൻ എടുത്തിരുന്നത്. കാരണം അധികം കുട്ടികൾ ഉണ്ടായിരുന്നില്ല പുതിയ ടെക്സ്റ്റ് ബുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ അത് സ്റ്റാഫായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബിലും വീഡിയോസ് ഇടുന്നതിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് ഇയർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷമാണ് എല്ലാവർക്കും ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ പോലും ഈ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പുതിയത് പഴയത് അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ യൂട്യൂബിലും വീഡിയോസ് ചെയ്തിരുന്നു അല്ലേ. ടെക്സ്റ്റ് ബുക്ക് എല്ലാം മാറിയ സ്ഥിതിക്ക് എല്ലാവർക്കും ഒരേപോലെ മാറ്റം വന്നല്ലോ. അപ്പോൾ നമുക്ക് യൂട്യൂബിലും വീഡിയോസ് ചെയ്തിരുന്നല്ലോ എന്നുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്നാട്ടോ ഞാൻ മേടിച്ചത്. അപ്പോൾ അങ്ങനെ മേടിച്ചപ്പോഴത്തേക്കിന് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എനിക്ക് കിട്ടിയത് കവർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. കവേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ്, ഇത് സെല്ലോ ടേപ്പ് ഒക്കെ വെച്ച് കവർ ചെയ്തിട്ട് ഇവിടെ ഈ ബോർഡറൊക്കെ ആണെങ്കിലും കവർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് എനിക്ക് കിട്ടിയത്. മേ ബി ആരെങ്കിലും മേടിച്ചിട്ട് റിട്ടേൺ അടിച്ച് അത് പിന്നെയും എനിക്ക് കിട്ടിയതായിരിക്കും. എന്തായാലും എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യേണ്ടി വന്നില്ല, ഓൾറെഡി കവേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മേടിച്ചിട്ട് റിട്ടേൺ ചെയ്തതാണോ ഇങ്ങനെ കവേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ താങ്ക്സ് കേട്ടോ. അപ്പോൾ എനിക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ താങ്ക്സ്. എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യമായിട്ടാണ് കവർ ചെയ്തിട്ടൊക്കെ ഉള്ളൊരു ബുക്ക്. ബാക്കി എല്ലാ ബുക്സും മേടിച്ചിട്ട് എനിക്ക് ആ ഒരു കവേർഡ് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ സയൻസിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രമേ, ബാക്കിയൊക്കെ ഒന്നും കവറില്ല കേട്ടോ. ഈ ഒരെണ്ണം മാത്രമേ എനിക്ക് കവർ ചെയ്ത്, അത് നല്ല ഭംഗിയിൽ കവർ ചെയ്തിരിക്കുന്നത്. സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഇവൻ അതിൻ്റെ ആ ബൈൻഡിങ് പോർഷനിൽ പോലും ഒരു എക്സ്ട്രാ ടേപ്പൊക്കെ ഒട്ടിച്ച് നല്ല പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഹാപ്പിനെസ്സിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോയാലോ. ഇതാ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്, ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ്. ടോട്ടൽ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. 12 ചാപ്റ്റേഴ്സ് ഈസി അല്ലേ. പിന്നെ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു മിക്ക സ്കൂളുകളും പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത് എക്സാമിന് വരാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തൊരു ചാപ്റ്ററാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്കിങ്ങനെ ഒരു ചാപ്റ്റർ കൊടുത്ത സ്ഥിതിക്ക് അതിലെന്താണ് കാര്യം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് മനസ്സിലായിട്ടിരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ്. സയൻസിൻ്റെ ഈ ഒരു ലോകത്തേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ. സയൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് സയൻസ്, സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ട്. നമുക്ക് ചുറ്റുപാടും എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റ് എന്തുകൊണ്ട് അങ്ങനെ ഹാപ്പൻ ചെയ്യുന്നു, ഈ ഒരു ഫിനോമിനൻ എന്തുകൊണ്ടത് അങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇൻവെൻഷൻ എങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ കാറ്റുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, മഴയുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. നമുക്കല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും കണ്ടെത്താനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ ആ ഒത്ര ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് CBSE പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്സ്റ്റ് ബുക്കാണ് ഈ ഒരു സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. അതിൻ്റെ പേര് തന്നെ ക്യൂരിയോസിറ്റി എന്നാണ് അല്ലേ. നമ്മുടെ ആ ഒരു ആകാംക്ഷയില്ലേ, ആ ആകാംക്ഷയാണ് ഈ ഒരു നെയിമിലൂടെ തന്നെ CBSE കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് അത്ര ആകാംക്ഷയോടെ ഇരിക്കുന്ന കൊച്ചുമിടുക്കന്മാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണിത്, സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ച് ശല്യം ചെയ്ത് അവരെയൊക്കെ ഒരു സെക്കൻഡ് പോലും മനസ്സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കാണ്ട് അതുപോലെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സ്കൂളിൽ പോകുന്ന ആ ഒരു സ്റ്റേജൊക്കെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ നല്ല ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്താ സ്കൂൾ, കുറേ പിള്ളേർ വരുന്നുണ്ടല്ലോ, എന്താ അവിടെ നടക്കുന്നത്,
ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്കിന് ബാഗ് വിട്ട് എന്നാൽ ഞാനും പോവാമെന്നും പറഞ്ഞ് ഇറങ്ങിയ കൊച്ചുമിടുക്കന്മാരായിരിക്കും ഈ ഇരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്താണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ആ സ്കൂളെന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും. ഇപ്പം ഞാൻ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും ഇത് ചോദിച്ചപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു ശരിയാണ്, ഞങ്ങൾക്ക് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ. അതെന്താ, ഫസ്റ്റ് ഡേ അവിടെ ചെന്നപ്പോൾ എന്താ കാര്യം എന്നൊക്കെയുള്ളത് മനസ്സിലായി. പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അത് ആദ്യത്തെ ദിവസം കരയാത്ത പിള്ളേരാണെങ്കിൽ പോലും രണ്ടാമത്തെ ദിവസം മുതൽ കരഞ്ഞ് അച്ഛന്മാരെ അമ്മമാരെയൊക്കെ അടുത്തൊന്ന് ചോദിച്ചു നോക്കും. അപ്പോൾ അവർ പറഞ്ഞു തരും എന്തുമാത്രം അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന്. അവിടെ പോയി കരഞ്ഞ് നിലവിളിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്കിന് അവർക്കൊക്കെ എന്തോരം വിഷമമായിട്ടുണ്ടെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കണം കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി അറിയാനുള്ള ആഗ്രഹം. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ സയൻസിൻ്റെ കുഞ്ഞു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളെല്ലാ കാര്യങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യാം, അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഒബ്സേർവ് ചെയ്യുക, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒബ്സേർവ് ചെയ്യുക. പിന്നെ കൂടുതലായിട്ട് നമ്മൾ തന്നെ ഓരോരോ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് ഈ ലോകത്ത് എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഓരോരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സീക്രട്സ്, യൂണിവേഴ്സിൻ്റെ സീക്രട്സ് മനസ്സിലാക്കാൻ പറ്റും. സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് ഇന്നേ വരെ പറഞ്ഞു തന്നിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. അതാണ് സയൻസിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് കൂടുതൽ തിങ്ക് ചെയ്യിക്കുന്നു, കുറേ കൂടെ ഒബ്സർവ് ചെയ്യിക്കുന്നു. പിന്നെ നമുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് ലോകത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതാണ് സയൻസ് എന്ന് പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച് അതിൻ്റെ മീനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേണം, പിന്നെന്താ റിവിഷൻ, ടെസ്റ്റ് പേപ്പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ പാരഗ്രാഫ് ഇന്നതാണ് പറയുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും, നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വരുമ്പോഴത്തേക്കിന്. പക്ഷേ ക്ലാസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് നല്ല രസമാണ്, നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ച് ഒന്ന് ഇൻട്രാക്ട് ചെയ്ത് കുറച്ച് ഫണ്ണായിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച് അതിൻ്റെ മീനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ. ഓക്കെ, അപ്പോൾ അതാണ് സയൻസിൻ്റെ ആ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒത്തിരി ക്യൂരിയസ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് തിങ്ക് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുമായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആകാംക്ഷ അത് അവിടെ ഇല്ലാണ്ടാക്കാണ്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് തിങ്ക് ചെയ്യുക. എന്നിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച്, ഇപ്പം നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ പേരൻസിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ സിബ്ലിങ്സിനോട് ചോദിക്കാം എന്താണ് അതങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഫിനോമിനൻ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലേക്ക് വരും. ആ ക്വസ്റ്റ്യൻസൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ നോളജ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പോൾ സയൻസ് പഠിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ സയൻസ് നമുക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങളിൽ എന്താണെന്നുള്ളത് നമ്മളൊന്ന് അറിയുക. അതാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തൊരു ചെറിയ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തുമാത്രം വലിയ കാര്യമായിക്കോട്ടെ, എല്ലാത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് ആ ഒരു സെയിം ക്യൂരിയോസിറ്റി തന്നെയാണുള്ളത്. അല്ലെങ്കിൽ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന്, അല്ലെങ്കിൽ ഒരുപാട് നോളജ് നമുക്ക് അതിൽ നിന്നൊക്കെ ഗെയിൻ ചെയ്യാനായിട്ടും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ മണൽത്തരികൾ, അപ്പോൾ അതായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ വലിയ മൗണ്ടെയിൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കാടായിക്കോട്ടെ, അല്ലെങ്കിൽ കുഞ്ഞൊരു ഇല ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് നോളജ് നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ ഒരുപാട് എക്സൈറ്റിംഗ് ആണ് ഈ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത്. നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കും അല്ലേ, അതെന്താണ് സംഭവം, അതെങ്ങനെ ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും എന്തുമാത്രം ഹാപ്പിനെസ് ആണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വരെ ഉണ്ടാക്കും. അതിപ്പോൾ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും എക്സൈറ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കും.
അതേപോലെ തന്നെ നമ്മളിപ്പം നൈറ്റ് ടൈമിൽ സ്കൈയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാം? മൂണ് കാണാം, സ്റ്റാർസ് കാണാം, പ്ലാനറ്റ്സ് കാണാം, നമുക്ക് പല കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്റ്റാർസ് എന്തുകൊണ്ടാണ് ഷൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാനറ്റ്സ് എന്തുകൊണ്ടാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ മൂൺ എന്തുകൊണ്ടാണ് അവിടെ ഉള്ളത്, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലേക്ക് വരും അല്ലേ എന്തിനാണ് ഈ സ്റ്റാർസ് ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരും. അതേപോലെ തന്നെ നമ്മൾ പൂവൊക്കെ വിരിയുന്ന കണ്ടിട്ടുണ്ട് അല്ലേ, ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഫ്ലവേഴ്സ് വാടിപ്പോകുന്ന കണ്ടിട്ടുണ്ട്, ചെറിയ ബഡൊക്കെ വരുന്നത് അല്ലെങ്കിൽ ചെറിയ പൂവിൻ്റെ മുട്ടൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തോരം കാര്യങ്ങളുണ്ട്. ആ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ മൈൻഡിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് വരണം, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരണം. അപ്പോൾ നമുക്ക് സയൻസ് നല്ല സൂപ്പറായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ചുറ്റും ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സീക്രട്സ് ഉണ്ട് നമുക്ക് കണ്ടെത്താനായിട്ട്. അതാണ് നമ്മുടെ ചുറ്റും നോക്കിയാൽ ഫുള്ള് നമുക്ക് സയൻസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇത് ഞാൻ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ ഈ സയൻസിൻ്റെ ക്ലാസ് എടുത്ത്, സയൻസിൻ്റെ ക്ലാസ് ആയിരുന്നു ഫസ്റ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിരുന്നു മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് വന്നത്. അപ്പോൾ സയൻസിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴേ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, ഇപ്പം നമ്മൾ ചുറ്റും നോക്കുമ്പോഴത്തേക്കിനും ഫുള്ള് നമുക്ക് സയൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് മൊത്തം സയൻസ് ആണെന്ന് നമുക്ക് തോന്നുമെന്ന്. പക്ഷേ എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇപ്പോൾ നാളെ നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി മാത്സിൻ്റെ ക്ലാസ്സിലും സെയിം, മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച അല്ലെങ്കിൽ സ്കൂളിൽ ആ ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് പോർഷനിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റിനും നോക്കിയാൽ ഫുള്ളും മാത്സ് ആണെന്ന് അല്ലേ. അപ്പം ഞാൻ ഓൾറെഡി പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ചുറ്റും നോക്കിയാൽ സയൻസ് ആണ്, ഇനിയിപ്പോൾ നാളെ ഞാൻ മാത്സ് ക്ലാസ്സിൽ നമ്മുടെ ചുറ്റും നോക്കിയാൽ മാത്സ് ആണെന്ന് പറയുമ്പോൾ ആരും എന്നെ തെറ്റിദ്ധരിക്കേണ്ട, ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ സയൻസിൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഫുൾ സയൻസ് ആണ്. അപ്പോൾ മാത്സിൻ്റെ ചാപ്റ്റർ ഓൾറെഡി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത് തന്നെയാണല്ലോ ഞങ്ങളുടെ മാത്തമാറ്റിക്സ് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു തന്നെ, അങ്ങനെ ചിന്തിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ചുറ്റിനും നോക്കിയാൽ സയൻസ് ആണെന്ന് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും, നമ്മുടെ ചുറ്റിനും നോക്കിയാൽ മാത്സ് ആണെന്ന് മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനും ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഉള്ള കാര്യമല്ലേ, മാത്സും ഉണ്ട് സയൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റിനും നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, എവിടെ തിരിഞ്ഞു നോക്കിയാലും സയൻസ് ആണ്. എന്തൊക്കെയോ സീക്രട്സ് അല്ലേ, എന്തൊക്കെയോ മിസ്റ്ററീസ് ഒക്കെയുള്ള സയൻസ് ആണ് നമുക്ക് ചുറ്റും വരുന്നത്. അതിപ്പം ഓഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്നും കളിക്കാൻ പോകുന്ന പ്ലേ ഗ്രൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന കിച്ചൺ ആയിക്കോട്ടെ, എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ സയൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്, ഡിസ്കവറീസ് അല്ലെങ്കിൽ ഇൻവെൻഷൻസ്. ആർക്കറിയാം, നമ്മളൊക്കെ നാളെ സയൻറ്റിസ്റ്റ് ഒക്കെ ആയാലോ എന്നല്ലേ, എന്തോരം മിടുക്കന്മാരും മിടുക്കികളുമായി ഇരിക്കണേ. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് സയൻറ്റിസ്റ്റ് ആവുന്നത് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ ഈ കണ്ടുപിടുത്തങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഇൻവെൻഷൻസ് അല്ലെ ഡിസ്കവറീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, സ്വന്തമായിട്ട് ലാബൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ പോയിട്ട് ഇൻവെൻഷൻസ് അല്ലെ ഡിസ്കവറീസ് ഒക്കെ നടത്തുന്നതിനേക്കാൾ കൂടുതൽ പുറമേ ഉള്ള ലോകത്ത് വെച്ചിട്ട്, അതായത് അവരുടെ ഡേ ടു ഡേ അവരുടെ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് സയൻറ്റിസ്റ്റുകൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതെന്തെങ്കിലും ഡിസ്കവറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെൻഷനെ കുറിച്ചിട്ടുള്ള തോട്ട് വരെ ആവാം. അപ്പോൾ അതാണ് നമുക്ക് ഈ പ്ലേ ഗ്രൗണ്ട് ആയിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലം ആയിക്കോട്ടെ, എവിടെ വെച്ച് വേണമെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഡിസ്കവറീസ് ഒക്കെ ഹാപ്പൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മാത്രമാണ് കേട്ടോ. ഇൻ ഡെപ്ത് ആയിട്ടുള്ള ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ട്യൂഷൻ ക്ലാസ്സിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാം, ഒരുപാട് ഇൻട്രാക്ട് ചെയ്ത് നല്ല ഫണ്ണിലൂടെ നമുക്ക് പഠിക്കാം, ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാം, പിന്നെ റിവിഷൻസ് ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്ത് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാവരെയും ഞാൻ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ട്യൂഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ CBSE എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ഉണ്ട്, ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.